നിങ്ങൾ അന്വേഷിച്ച നടികളെല്ലാം എവിടെയുണ്ടെന്നറിയണ്ടേ? വന്നത് മലയാളത്തിലൂടെയൊന്നുമല്ല എല്ലാവരും. അന്യഭാഷാ ചിത്രങ്ങളിൽ ബാലതാരമായും അല്ലാതെയും അരങ്ങേറി മലയാളികളായ നമ്മൾ ഏറ്റെടുത്ത സുന്ദരികളായ നടികളെക്കുറിച്ച് അറിയണ്ടേ? അവർ സിനിമ വിട്ടത് എന്തിനെന്നും ഇപ്പോൾ അവർ എവിടെയാണെന്നും. 1990-ൽ സുചിത്ര എന്ന നടി അരങ്ങേറിയത് ബാലതാരമായിട്ടായിരുന്നു. മുതിർന്ന സുന്ദരിയായപ്പോൾ സുചിത്രയ്ക്ക് നായികയായും ഉപനായികയായും കൈനിറയെ ചിത്രങ്ങളായി. 1999-ൽ വിവാഹിതയായ സുചിത്ര ഭർത്താവിനും മക്കൾക്കുമൊപ്പം അമേരിക്കയിലാണ്. 1986-ൽ കോടമഴി എന്ന തമിഴ് ചിത്രത്തിലൂടെ അരങ്ങേറിയ സുനിത മികച്ച ക്ലാസിക് ഡാൻസർ കൂടിയാണ്. മൃഗയ മലയാളത്തിന്റെ മകളാക്കി സുനിതയെ. സുനിതയ്ക്ക് നല്ല ചിത്രങ്ങൾ മലയാളം സമ്മാനിച്ചു. വിവാഹശേഷം സുനിത ഭർത്താവ് രാജീവിനൊപ്പം വിദേശത്താണ്. മന്യ ആന്ധ്ര സ്വദേശിനിയാണ്. തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്തിയ മന്യ ദിലീപിന്റെ ജോക്കറിലൂടെ ശ്രദ്ധേയായി. ദിലീപിന്റെ കുഞ്ഞിക്കൂനനും മന്യയെ മികച്ച നടിയാക്കി. 2007-ൽ സത്യ പട്ടേലിന്റെ പ്രിയതമയായി മന്യയും കളം വിട്ടു. നഖക്ഷതങ്ങളിലെ നായികയ്ക്ക് ഒരു കാടിന്റെ സൗന്ദര്യമായിരുന്നു. അവർ വന്നതും തെലുങ്കിൽ നിന്നാണ്. തെലുങ്ക് നടി ഗിരിജയുടെ മകളായ സലീമയെ ആരാധകർ ഇഷ്ടപ്പെട്ടെങ്കിലും വളരെ കുറച്ച് ചിത്രങ്ങൾ നമുക്കോർക്കാൻ വേണ്ടി മാത്രം അഭിനയിച്ചു. അതിൽ ദേവന്റെ നായികയെ അഭിനയിച്ച ആരണ്യകം ക്ലാസ് ചിത്രം തന്നെയായിരുന്നു. വന്ദനം ഗിരിജയെ നമ്മുടെ സ്വന്തമാക്കി. എന്നാൽ അവർ വന്നത് മണിരത്നം ചിത്രത്തിലാണ്. ഗിരിജ പത്രപ്രവർത്തകയാണ്. UK-യിൽ പത്രപ്രവർത്തകയായി ജോലി ചെയ്യുകയാണ് ഗിരിജ ഷട്ടർ. കന്നഡ താരമായിരുന്നു മാധു, അതും ബാലതാരം. മാധുവിനും നമ്മൾ സമ്മാനിച്ചു മികച്ച ചിത്രങ്ങൾ. സദയവും അമരവും മാധുവിനെ മണിമുത്താക്കി. ഡോക്ടർ ജേക്കബിനെ വിവാഹം കഴിച്ച് മാധവും വിടവാങ്ങി സിനിമയിൽ നിന്ന്. തെലുങ്ക് തന്നെയാണ് മാധവിയെയും സിനിമയ്ക്ക് സമ്മാനിച്ചത്. 350-ലേറെ ചിത്രങ്ങൾ, എല്ലാം മുൻനിര നായകർക്കൊപ്പവും നായികയായി. ഒരു വടക്കൻ വീരഗാഥ മാധവിയെ ആരാധകരുടെ പ്രിയങ്കരിയാക്കി. റാൽഫ് ശർമ്മയെ 1996-ൽ വിവാഹം കഴിച്ച മാധവി ഇടയ്ക്ക് പിന്നെയും അഭിനയിക്കാനെത്തിയിരുന്നു. 3 പെൺകുട്ടികളാണ് മാധവിക്ക്. 69-ൽ ബാലതാരമായി ഉണ്ണിമേരിയെത്തി. നല്ല ഉണ്ണിമുഖവും തിളക്കമുള്ള കണ്ണുകളും എപ്പോഴും നനഞ്ഞ ചുണ്ടും ഉണ്ണിമേരിയെ യുവാക്കളുടെ ഹരമുള്ള താരമാക്കി. 1982-ലാണ് താരം റിജോയിയെ വിവാഹം കഴിച്ച് ഒതുങ്ങിയത്. കാർത്തിക ജൂനിയർ ആർട്ടിസ്റ്റായി വന്നതാണ്. അഭിനയം അനായാസമാക്കിയ കാർത്തികയെ സംവിധായകൻ അടുത്ത ചിത്രത്തിൽ നായികയാക്കി. ലാൽ കാർത്തിക കൂട്ടുകെട്ട് ഒരു സ്വപ്നം പോലെ സുന്ദരമായിരുന്നു. താളവട്ടം, ജനുവരി ഒരു ഓർമ്മ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, പേരെടുത്ത് പറയേണ്ട 20 ചിത്രങ്ങളിലാണ് കാർത്തിക അഭിനയിച്ചത്. ആ ചിത്രങ്ങളെല്ലാം ആരാധകർ തങ്ങളുടെ മനസ്സിൽ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അഭിനയം നിർത്തി ഒരു നടിക്കും കിട്ടാത്ത അംഗീകാരമാണിത്. 89-ൽ വിവാഹം കഴിഞ്ഞ കാർത്തിക ഈ മേഖല തന്നെ മറന്നുകളഞ്ഞു. രജനീകാന്ത് നിർമ്മിച്ച ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയതാണ് പ്രിയാരാമൻ. സൈന്യം, ആറാം തമ്പുരാൻ, ചെറിയ റോളുകൾ, അതും മികച്ച റോളുകൾ. എന്നാൽ പ്രിയ നായികയായി ഒത്തിരി ചിത്രങ്ങൾ മലയാളത്തിൽ പിറന്നു. പ്രിയാരാമനും ആരാധകർക്ക് ഹരമായിരുന്നു. 1999-ൽ രഞ്ജിത്ത് എന്ന നടന്റെ ഭാര്യയായ ശേഷം ഒത്തിരി സീരിയലുകളിൽ അഭിനയിച്ചു. ഇപ്പോൾ 2 ആൺകുട്ടികൾക്കൊപ്പം പ്രിയാരാമൻ സന്തോഷവതിയായി ജീവിക്കുന്നു. ആരും എവിടെയും പോയിട്ടില്ല. എല്ലാവരും ഇടയ്ക്ക് വരും ആ പഴയ രൂപത്തിൽ, നമ്മുടെ അതിഥികളായി. ചാനലുകൾ മത്സരിച്ച് കാണിക്കുന്ന പഴയകാല സിനിമകളിലൂടെ നമ്മളെപ്പോലെ അവരും അവരുടെ ഭർത്താക്കന്മാരും മക്കളും അത് കണ്ട് ആസ്വദിക്കുന്നു. ഫിലിം കോർട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോർട്ട്.